മാഷെ, ആന്റണി രാജു തിരുവനന്തപുരത്ത് മത്സരിക്കാൻ വേണ്ടിയിട്ട് MP ഗോവിന്ദൻ ഈ പട്ടികയൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ഒരു സീറ്റ് ഒഴിച്ചിട്ടിരുന്നു. കാരണം ഈ കേസുകളിൽപ്പെട്ട് ആളുകളെയൊക്കെ ഉണ്ടല്ലോ, ഈ PP ദിവ്യ ഇങ്ങനത്തെ ആളുകളെയൊക്കെ സംരക്ഷിക്കുക എന്നുള്ളത് പാർട്ടിയുടെ വലിയ ബാധ്യതയല്ലേ. ഇപ്പൊ ഗണേഷ് കുമാറിന് ഇല്ലേ അങ്ങനെ സംരക്ഷിച്ചു കൊണ്ടു കിടക്കുക. പിന്നെ 5-8 ക്രിമിനലുകൾ സ്ഥാനാർത്ഥിയായിട്ടും ഒക്കെ വന്നിട്ടില്ലേ. ഫസൽ കൊലക്കേസിലെ പ്രതിയായിട്ടുള്ള കാരായി രാജൻ തുടങ്ങി. പക്ഷെ അങ്ങനെ സംരക്ഷിക്കാം എന്ന് വിചാരിച്ചപ്പോ ഒരു തിരിച്ചടി കിട്ടിയിരിക്കുന്നു ഇപ്പോ. കാരണം ഹൈക്കോടതി അനുവദിച്ചില്ല. സാധാരണഗതിയിൽ 2 കൊല്ലത്തിന്റെ മുകളിൽ ശിക്ഷിച്ചിട്ടുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റില്ല. അതാണ് നിയമം. ഇയാളെ ശിക്ഷിച്ചിരുന്നത് 3 കൊല്ലത്തേക്കാണ്. അപ്പൊ അയാൾ ഇനി ചിലപ്പോൾ അയാൾക്ക് മത്സരിക്കാൻ പറ്റില്ല. പ്രായം ഇത്രയൊക്കെ ആയി, അവസാനത്തെ ശ്രമമാണ്, അതുകൊണ്ട് ആ ശിക്ഷ മരവിപ്പിക്കണം, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അനുവദിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഹൈക്കോടതിയിൽ. വിചിത്രമായ വാദമാണ്. കാരണം ഈ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാത്ത ധാരാളം മനുഷ്യരില്ലേ ഈ ലോകത്ത്. അവർക്കുമൊക്കെ ശിക്ഷയൊക്കെ അനുഭവിച്ച് പലരും ജയിലിൽ കിടപ്പില്ലേ. അപ്പൊ ഇയാളും ശിക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ജയിലിൽ പോവുകയല്ലേ എന്റെ ഭംഗി. അപ്പൊ എന്തായാലും തിരിച്ചടി കിട്ടി. എന്തിനാണ് ഇങ്ങനെ കോടതിയിൽ പോയി ഇങ്ങനെ നാണം കെട്ടുന്നത്? അതെ, ആന്റണി രാജു വീണ്ടും വീണ്ടും നാറുകയാണ്. അദ്ദേഹം ഇപ്പോ ഈ നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് തന്നെ ഏറ്റവും അവമാനം ഉണ്ടാക്കിയ നടപടിയാണ് ഇപ്പൊ ഈ അവസാന നിമിഷം വരെ നോമിനേഷൻ കൊടുക്കാൻ പറ്റുമോ, ഒരു ഇളവ് കിട്ടുമോ എന്നൊക്കെ ചോദിച്ച് ഹൈക്കോടതിയിൽ വിലാപമായിട്ട് പോയത്. ഒന്ന്, ഇതിനു മുമ്പ് ഇദ്ദേഹത്തിന്റെ ഈ കേസ് തന്നെ സാറിന് നല്ല ഓർമ്മയുണ്ടല്ലോ നമുക്ക്. ഈ കേസ് ഇന്ത്യൻ ജുഡീഷ്യറിയെ വലിയ തോതിൽ അപമാനിച്ച കേസാണ്. ഈ കേസിലെ പ്രതി പിന്നീട് ഓസ്ട്രേലിയയിൽ, സാർ തന്നെ ഈ നമ്മുടെ ഫ്ലോറിൽ പറഞ്ഞിട്ടുണ്ട്, ഓസ്ട്രേലിയയിൽ പോയിട്ട് ഒരു കൊലക്കേസിൽ പ്രതിയായിട്ട് അയാൾ ജയിലിൽ കിടക്കുമ്പോൾ ഇതൊക്കെ എന്തോന്ന് കോടതി, ഇന്ത്യയെ പോലെ വലിയ വലിയ ജനാധിപത്യ രാജ്യത്ത് കോടതിയിൽ നിന്ന് പുഷ്പം പോലെ രക്ഷപ്പെട്ടു പോകുന്നവനെ ഞാൻ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ ജുഡീഷ്യറിയെയും ഇന്ത്യ രാജ്യത്തിന്റെ വിശ്വാസ്യതയെയും. അത് അയാളുടെ സഹതടവുകാരൻ കേട്ടു. സഹതടവുകാരൻ അവിടുത്തെ പോലീസിനെ അറിയിച്ചു. അങ്ങനെ ഇന്റർപോൾ ഇന്ത്യയെ അറിയിച്ചു, കേരളത്തിനെ അറിയിച്ചു. അങ്ങനെയാണ് ഈ സംഗതി പിടിവീണത്. കാരണം ഈ ജെട്ടി വെട്ടി തേച്ചതാണല്ലോ ഈ ഓസ്ട്രേലിയക്കാരന് വേണ്ടിയിട്ട്. അയാളുടെ ജെട്ടി അല്ല ഇത്, അതിൻ്റെ അകത്ത് ഇത് ഒളിപ്പിച്ചിട്ടില്ല എന്നൊക്കെയാണ് ബോധ്യപ്പെടുത്തിയത്. ഇത് ആ കാലത്ത് ഹൈക്കോടതി ഇതിന് തെളിവില്ല എന്ന് പറഞ്ഞിട്ട് ഇത് വിട്ടയച്ചിരുന്നു. ഞാൻ അന്ന് ചോദിച്ചത്, ഇപ്പൊ ഇയാളെ ശിക്ഷിച്ചിരിക്കുകയാണല്ലോ, അതുകൊണ്ട് ഹൈക്കോടതി സ്വയം അന്നത്തെ ആ വിധി റിവോക്ക് ചെയ്യേണ്ടതല്ലേ എന്ന് ഞാൻ ചോദിച്ചു. അങ്ങനെ ഒരു നിയമപ്രശ്നം അതുകൊണ്ട് ഒരു സങ്കീർണമായ ഒരുപാട് പ്രശ്നങ്ങൾ. ആ ചോദ്യം വളരെ ന്യായമാണല്ലോ സർ. അപ്പോൾ കോടതിയെ പറ്റിച്ചു, വളരെ നഗ്നമായിട്ട് പറ്റിച്ചു, ഒരു ഉദ്യോഗസ്ഥനെ കൂടി സ്വാധീനിച്ചിട്ട് പറ്റിച്ചു എന്നാണ് കേസെങ്കിൽ. ഹൈക്കോടതിയെ പറ്റിച്ചു. അതെ. എന്നിട്ടാണ് ഹൈക്കോടതിയിൽ വീണ്ടും ശിക്ഷിക്കപ്പെട്ടപ്പോഴേ എന്നെ ഒന്ന് ഊരിത്തരണം വിദ്വാൻ പോയിരിക്കുന്നത്. അതെ, എന്നിട്ട് അതിന്റെ കൂടെ പാർട്ടി നിൽക്കും. സത്യമാണ്. സത്യം പറഞ്ഞാൽ ഇത് ഈ ജനാധിപത്യ വിശ്വാസികളെ അങ്ങേയറ്റം നീതി കാത്ത് കോടതികളിൽ പോകുന്ന മനുഷ്യരെ ഒക്കെ വലിയ തോതിൽ അപമാനിക്കുന്ന, ആക്ഷേപിക്കുന്ന ഒരു ക്യാരക്ടറാണ് ഇദ്ദേഹം. ഏതായാലും മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഒരു MLA ഉണ്ടായിരുന്ന മന്ത്രിയാണ് അല്ലെ, ഒറ്റ MLA ഉണ്ടായിരുന്ന മന്ത്രിയാണ്. മന്ത്രിയാവാൻ വേണ്ടി മാത്രം ഒരു പാർട്ടി ഉണ്ടാക്കിയിട്ട് കേരള കോൺഗ്രസിന് പിളർത്തി കൊണ്ടുപോയി വേറെ ആരോടും അടുക്കാതെ നിന്നൊരാളാണ്. അത്തരക്കാർക്ക് സംരക്ഷണം കൊടുക്കുന്ന ഒരു സംവിധാനം പിണറായി വിജയൻ ഉണ്ട് താനും. അദ്ദേഹത്തിന് ഫേവർ ഉള്ള ആള് ഒരു MLA ആയിട്ട് വന്നാലും മതി, മന്ത്രിയായി കൊടുക്കും. അങ്ങനെയുള്ള സംവിധാനം ഉണ്ടല്ലോ മന്ത്രിസഭയിൽ. അപ്പൊ ആന്റണി രാജു സത്യത്തിൽ കേരള രാഷ്ട്രീയത്തിനും ഇന്ത്യൻ ജനാധിപത്യത്തിനും ഒക്കെ അപമാനമായ ഒരു ക്യാരക്ടറാണ്. ആ ക്യാരക്ടറിന് ഇപ്പോൾ വന്നിരിക്കുന്ന ഗതിയാണ് അവസാനം ഒരിക്കൽ കൂടി ഇപ്പോൾ അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം, ഒരിക്കൽ കൂടി പിണറായി വിജയൻ ഇനി അധികാരത്തിൽ വരാനെന്നുള്ള സാധ്യത തുലം വളരെ കുറവാണ്. പല മാനിപ്പുലേഷനൊക്കെ നടക്കുന്നുണ്ടെങ്കിലും വാർത്തകളിൽ മാനിപ്പുലേഷൻ ഉണ്ട്, എക്സിറ്റ് പോളിൽ മാനിപ്പുലേഷൻ ഉണ്ട്. എത്ര പെയ്ഡായിട്ട് ക്യാമ്പയിനൊക്കെ നടത്തിയാലും പിണറായി വിജയൻ വീണ്ടും വരാൻ സാധ്യത കുറവാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ പ്രതിപക്ഷത്ത് ഒന്ന് MLA ആവാൻ. ഇത് ഈ നേരത്തെ ഇപ്പോ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് കൊണ്ടാണ്, അല്ലെങ്കിൽ പലതും ചെയ്യാനിരിക്കായിരുന്നു. പല ഉദ്ഘാടനങ്ങൾ ശശികുമാറില്ലേ, പ്രശസ്ത പത്രപ്രവർത്തകൻ, ആ ശശികുമാർ ഒരു ഇന്റർവ്യൂ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു പിണറായി വിജയനുമായിട്ട്. അത് ഇറക്കി വിടാൻ പറ്റിയില്ല. ഈ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നല്ലോ, ഇലക്ഷൻ PRT പലതും ഇങ്ങനെ ചെയ്തു വെച്ചിരുന്നു. ശരി, ഒരുപാട് ബോംബുകൾ പുറത്തെടുക്കാനുണ്ടായിരുന്നു ജനങ്ങളെ പറ്റിക്കാനുള്ള. എന്തായാലും അതൊക്കെ ഇതിപ്പോ നേരത്തെ ആയത് നന്നായി. മാത്രമല്ല, ഇപ്പൊ ആന്റണി രാജുവിന്റെ കേസ് LDF-ന് മാത്രമല്ല സർ, UDF-ന് നിർണായകമാണ്. ഈ ആന്റണി രാജുവിന്റെ സീറ്റിന് വേണ്ടി UDF-ൽ നിർണായകമായ ചർച്ചകൾ നടക്കുന്നുണ്ട്. ആ സീറ്റ് ആന്റണി രാജുവിന് കൊടുക്കാൻ പാടില്ല, കോൺഗ്രസ് ഏറ്റെടുക്കണം. കോൺഗ്രസ് ഏറ്റെടുത്തിട്ട് അവിടെ ശിവകുമാർ, ഇങ്ങനെ ഒരുപാട്. ആന്റണി രാജു LDF ആണല്ലോ.
അതെ. അല്ല, ആ മണ്ഡലം CP ജോണിന് കൊടുക്കാൻ UDF കൊടുത്തു കഴിഞ്ഞതാണ്. UDF കൊടുത്താൽ VS ശിവകുമാറിന് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്തുള്ള താല്പര്യം VS ശിവകുമാറിന് ആ സീറ്റ് കിട്ടിയില്ലെങ്കിൽ അദ്ദേഹം BJP-യിലേക്ക് പോവോ എന്നൊക്കെയുള്ള സംഭവങ്ങളാണുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞ ആന്റണി രാജുവും അദ്ദേഹത്തിന്റെ മണ്ഡലവും UDF-ലും കുറെ നിർണായകമായ ചർച്ചകൾക്ക് കാരണമാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മണ്ഡലം. LDF-ലാണെങ്കിൽ അത് അതിലേക്കാണ്. അപ്പൊ ഇനിയിപ്പോ സംഭവിക്കാൻ പോകുന്നത്, ഇപ്പൊ ആ സീറ്റ് വിട്ടുവെച്ചിരിക്കാനല്ലേ, പ്രഖ്യാപിച്ചില്ല. ഈ പ്രശ്നം കൊണ്ടാണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ തന്നെ, ഗോവിന്ദൻ അത് പ്രഖ്യാപിച്ചില്ല, അതൊരു കേസ് നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. അതുപോലെ ചില 5-6 മണ്ഡലങ്ങൾ മാറ്റിവെച്ചല്ലോ. പാലക്കാട് ഒരു ഹോട്ടൽ വ്യവസായിയല്ലേ വരുന്നത്, റസാഖ്. അപ്പോ ഈ പറഞ്ഞ പോലെ ആന്റണി രാജുവിനെ സംരക്ഷിക്കാനുള്ളത് കൊണ്ട് ഈ ആന്റണി രാജുവിനെ ഇങ്ങനെ സംരക്ഷിക്കാൻ കഴിയുമെങ്കിൽ ആ PP ദീപയ്ക്ക് ഒരു സീറ്റ് കൊടുത്തുകൂടെ? ഇനി വേണമെങ്കിൽ ഈ ശ്യാമളയുടെ കാര്യം അവിടെ വലിയ കട്ടപ്പുകയായിരിക്കുന്നുണ്ട്, ശ്യാമളയെ പിൻവലിച്ചിട്ട് PP ദീപയ്ക്ക് തളിപ്പറമ്പ് കൊടുത്തുകൂടെ? ഒരു ഷുഗർ സീറ്റിന് അർഹതയുള്ള ആളല്ലേ അവരാണ്. എന്തായാലും ഈ ക്രിമിനലുകളെ രക്ഷിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട, ഇപ്പൊ കരായി രാജനൊക്കെ വന്നപ്പോ അതിന്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ സാർ. ആന്റണി രാജു ഈ വലിയ ക്രൈമാണല്ലോ ചെയ്തിരിക്കുന്നത്, ശിക്ഷിക്കപ്പെട്ട ആളുമാണ്, എന്നിട്ടും സംരക്ഷിക്കുന്നവനിട്ട് ആ വിട്ട് കളയേണ്ട കേസല്ലേ. ആ കോൺഗ്രസ് നോക്കൂ, മറ്റേ എൽദോസ് കുന്നപ്പള്ളിയെ വേണ്ടാന്ന് വെച്ചു അവര്. കാരണം അയാളുടെ പേരിൽ ആ ലൈംഗിക കേസ് കോടതിയിലുണ്ട്. അപ്പൊ ഈ തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം അതിൻ്റെ ഇടയ്ക്ക് എതിരായി വിധി വന്നു കഴിഞ്ഞാൽ പിന്നെ രാജിവെച്ച് പോകണ്ടേ. അപ്പൊ അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ വേണ്ട എന്നുള്ള തീരുമാനമാണ് എടുത്തത്. അങ്ങനെയല്ലേ ആന്റണി രാജുവിന്റെ കയ്യിലൊക്കെ തീരുമാനം എടുക്കേണ്ടത്. നിർബന്ധമാണെങ്കിൽ തന്നെ ആന്റണി രാജുവിന്റെ ഭാര്യയോ വീട്ടിലാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സ്ഥാനാർത്ഥിയാക്കി കൂടായിരുന്നോ? ഇല്ലേ? ചെയ്യാം, അങ്ങനെ ചെയ്താൽ പോരെ? ചെയ്യാൻ മതി. പക്ഷേ ഇത് മയക്കുമരുന്ന് കേസാണ്. ചെറിയ കേസല്ല. മയക്കുമരുന്ന് കേസിലെ പ്രതിക്ക് വേണ്ടി സായിപ്പിന് വേണ്ടിയിട്ട് ജൂനിയർ വക്കീലായിരുന്നു ഇയാള്. അവിടുത്തെ കോടതിയിലെ ഒരു ഉദ്യോഗസ്ഥന്റെ സഹായത്തോടു കൂടി ഇത് മറ്റേ തൊണ്ടി മുതൽ അടിച്ചു മാറ്റി എന്നുള്ളതാണ് അതിന്റെ കേസ്. അപ്പോ അങ്ങനെ ഒരു കേസിൽ കോടതിയെ എല്ലായിടത്തും പറ്റിച്ച ഒരാളാണ് ഇയാളെ. എന്നിട്ട് കോടതിയിൽ വീണ്ടും സംരക്ഷണം തേടിയിട്ട് ചെന്നിരിക്കുകയാണ്. അപ്പൊ ഇത് ഇത്രയും ദുർബലമായ ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ട് ഒറ്റയാൾ മാത്രമല്ല കേരളത്തിലെ ഏതെങ്കിലും പ്രദേശത്ത് എന്തെങ്കിലും പ്രത്യേകിച്ച് ആ മണ്ഡലത്തിൽ പോലും ആന്റണി രാജുവിനോ അദ്ദേഹത്തിന്റെ പാർട്ടിക്കോ എന്തെങ്കിലും പ്രത്യേകിച്ച് സ്വാധീനമുള്ളതായിട്ട് നമുക്ക് അറിയില്ല. അപ്പൊ ഈ ആന്റണി രാജുവിനെ ഇങ്ങനെ വഴിവിട്ട് ശിക്ഷിക്കപ്പെട്ട കേസിൽ പോലും ഈ കൊടിയ ക്രിമിനലിനെ അല്ലെങ്കിൽ ആന്റണി രാജു ആ സഭയുമായിട്ടുള്ള ഈ പിണറായി വിജയന്റെ ഒരു ലിങ്കാണ്. അതാണ് ഇതിന്റെ അടിസ്ഥാന കാര്യം അല്ലെ. വിഴിഞ്ഞൻ പോലെ ഇങ്ങനെ പല സംഭവങ്ങളും ഒക്കെ വരുമല്ലോ. അപ്പൊ ഈ സഭ പലപ്പോഴും സംഘടിത സംഭവമാണല്ലോ ഈ സഭ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ആ പാലം അങ്ങനെ കിടക്കട്ടെ എന്ന് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. പല ആളുകളും ഈ സംരക്ഷിക്കുന്ന പല ആളുകളും പലതരത്തിലും പാലങ്ങളാണല്ലോ. അതെ, തീർച്ചയായിട്ടും. എന്തായാലും ഇതുകൊണ്ട് ഈ പാലം കൊണ്ടുണ്ടായ ഒരു അപകടം യഥാർത്ഥത്തിൽ ഈ നീതിയിലേക്കും ജനാധിപത്യത്തിലേക്കും ഒക്കെയുള്ള CPM-ന്റെ പാലമാണ് സത്യത്തിൽ ഇതോടുകൂടി അറ്റുപോകും, തകർന്നു പോകുന്നത്. അതിഭീകരമാണത്. ഈ മയക്കുമരുന്ന് കേസിലെ പ്രതികളെ രക്ഷിക്കുക, ആ പ്രതിക്ക് വേണ്ടി മാനിപ്പുലേഷൻ നടത്തിയ വക്കീലിനെ രക്ഷിക്കുക, എന്നിട്ട് കോടതി ശിക്ഷിക്കപ്പെട്ടിട്ട് ഒരു അപ്പീലുമായിട്ട് കോടതിയിൽ പോയിട്ട് ആ സീറ്റ് ഒന്ന് രക്ഷപ്പെട്ട് കിട്ടിയാൽ സീറ്റ് കൊടുക്കാമായിരുന്നു എന്ന് പറഞ്ഞിട്ട് സീറ്റ് മാറ്റിയിടുക. ഇതെന്താന്ന് വെച്ചാൽ ആളുകൾ ആ കേസ് വന്ന് അതൊക്കെ മറന്നിട്ടുണ്ടാവും. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോ വീണ്ടും അത് ഓർക്കാനുള്ള ഒരു അവസരം അങ്ങനെ ഗുണമുണ്ടല്ലേ. അതുകൊണ്ട് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാൻ പോകുമ്പോ ജെട്ടിയും പാതാളത്തിലേക്കുള്ള യാത്രയിൽ ഒരു തിരിച്ചടിയും കൂടി. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.